അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് നീനു. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2018 എൻ്റെ പ്രാർത്ഥനാ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഞാൻ 3 പ്രാവശ്യം 2019 വരെ 3 പ്രാവശ്യം പുതുക്കി. അതിനുശേഷം കോവിഡായി. പിന്നെ ഞാൻ എല്ലാവരെയും പോലെ ഉഴപ്പി. അതിന് മുന്നേ തന്നെ 2019 എനിക്ക് ഒരു കഠിനമായിട്ടുള്ള വയറുവേദന വന്നു. നല്ല രീതിയിൽ, ചെറുതായിട്ടൊന്നുമല്ല, നല്ല രീതിയിൽ വയറുവേദന ഉണ്ടായിരുന്നു. വോമിറ്റിംഗ് ആയി. പിന്നെ എനിക്ക് ബോധമൊക്കെ പോയി. എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നും ഞാൻ അറിഞ്ഞില്ല. എന്നെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും കൂടെ ആയിരുന്നു അടുത്തുള്ള ഫ്രണ്ട്സും കൂടെ ആയിരുന്നു എത്തിച്ചത് ഹോസ്പിറ്റലിൽ. അവിടെ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആദ്യം ഒന്നും തെളിഞ്ഞില്ല. ഡോക്ടറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിലപ്പോൾ വന്നിട്ട് പറഞ്ഞു ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയി. വീണ്ടും എനിക്ക് സ്റ്റൊമക്ക് പെയിൻ വന്നു. ഒരു ദിവസം വീണ്ടും വന്നു. അപ്പോൾ ഞങ്ങൾ ദേവി സ്കാൻസിൽ പോയി സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം, അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ്, പൊട്ടാൻ ചാൻസ് ഉണ്ട്, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എമർജൻസി സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിഷമിച്ച് ഞാൻ പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു. ഉടമ്പടി കാശ് രൂപം പിടിച്ച് ഞാനും അമ്മയും കൂടെ ആയിരുന്നു ഉടമ്പടി എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപം പിടിച്ചാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. എന്നിട്ട് ഞാൻ വയറിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. മുറുകെ പിടിച്ചിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിട്ടില്ല. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. അതിനുശേഷം അടുത്ത ദിവസം അവിടെ അഡ്മിറ്റായി. പിന്നെ സൺഡേ ആയിരുന്നു അടുത്ത ദിവസം. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഈ സ്കാൻ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഉടനെ തന്നെ സർജറി വേണം, അല്ലെങ്കിൽ നമുക്ക് അറിയാലോ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഡെത്ത് വരെ സംഭവിക്കാം, അതുകൊണ്ട് പെട്ടെന്ന് സർജറിക്കുള്ള ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറിനോട് ചെറുതായിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്തു, സാർ പറ്റുമെങ്കിൽ ഒന്നുകൂടെ സ്കാൻ ചെയ്യാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തിൽ തന്നെ സ്കാൻ ചെയ്യാൻ ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് അതിനു മുന്നേ വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മാതാവിനോട് തിരുക്കുമാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേ ഇത് എനിക്ക് മരുന്ന് കൊണ്ട് മാറ്റിത്തരണേ, എനിക്ക് സർജറി വേണ്ട, എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് വഴി എനിക്ക് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു സൺഡേ ആയതുകൊണ്ട് സ്കാനിങ്ങിൻ്റെ ഇതില്ല ഇവിടെ, നിങ്ങൾ പുറത്ത് പോയി ചെയ്യുമെന്ന് പറഞ്ഞു. അതിനനുവദിച്ചു. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്കാൻസിൽ പോയി അവിടെ ചെയ്തു. അവർ ഒരു വട്ടവും അല്ല ചെയ്തത്, 2-3 പ്രാവശ്യം എനിക്ക് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ എന്നിട്ട് റിപ്പോർട്ട് അവർ തന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ല, സർജറിയുടെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് പൊട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ എന്നിട്ട് സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞു സർജറി വേണ്ട, ഒരു 5 days മെഡിസിൻ എടുത്താൽ മതി, എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 5 days കഴിഞ്ഞിട്ട് എൻ്റെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തീർന്നു പോയി. പിന്നെ എനിക്ക് ഇതുവരെയും ഒരു പെയിൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. അന്നത്തെ കഠിന വേദനയെന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എത്രമാത്രം വളരെയധികം ഞാൻ പേടിച്ചു പോയി ആ വേദനയിൽ എൻ്റെ ബോധം അങ്ങ് പോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ വേദനയിൽ എന്നെ മാതാവ് കരകയറ്റി. പിന്നെ ഇതുവരെ ആ അപ്പൻഡിസൈറ്റിസിൻ്റെ ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അമ്മ മാതാവിന് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. എനിക്ക് 2019 ഈ ഒരു അനുഗ്രഹം കിട്ടിയത്. ഇത്രയും താമസിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിന് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. പിന്നെ എനിക്ക് അതിനുശേഷം ഈ കോവിഡിൻ്റെ ഇതായതിനു ശേഷം ഞാൻ കുറച്ച് ഉടമ്പടി ഉഴപ്പി. ഞാൻ പിന്നെ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും ഞാൻ വന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ 2023 ഞാൻ കൃപാസനത്തിൽ വരുന്നത്. 2023 ഞാൻ വന്നുകൊണ്ടിരുന്നു, പക്ഷേ ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കിയില്ലായിരുന്നു. പിന്നെയും ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ സർട്ടിഫിക്കറ്റ്സിൽ വന്ന ഒരു പ്രശ്നമാണ് അടുത്തത്. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് എൻ്റെ കോഴ്സിന് ശേഷം, ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്, എൻ്റെ കോഴ്സിന് ശേഷം ഉണ്ടായ എൻ്റെ സെമിനാർ സർട്ടിഫിക്കറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പോകുമ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ക്ലിനിക്കുകളിലും നമ്മുടെ പേഴ്സണൽ കേസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അത് ആവശ്യമില്ല. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഈ കോഴ്സ് കംപ്ലീഷന് ശേഷം തന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സെമിനാർ സർട്ടിഫിക്കറ്റ്സും എൻ്റെ ചില മാർക്ക് ഷീറ്റ്സും ഇല്ലായിരുന്നു. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഞാനത് നന്നായിട്ട് നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് അത് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ തിരികെ പോകാൻ നിന്നത്. അങ്ങനെ ഞാൻ വീട്ടിലോട്ടെത്തി. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാനത്
ഞാൻ വെരിഫൈ ചെയ്യുന്നത് എൻ്റെ ഇന്ന സർട്ടിഫിക്കറ്റ്സ് അതിൽ ഇല്ല എന്ന്. ഞാൻ എൻ്റെ സാറിനോടും പ്രിൻസിപ്പളിനോടും ഒക്കെ പറഞ്ഞു. കുറച്ച് നാളിന് ശേഷം ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കത് ആ സർട്ടിഫിക്കറ്റ്സ് കൂടിയേ തീരുമെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവരെ അങ്ങ് എന്ത് പറയാൻ, ഞാൻ ഒരുപാട് അവരെ വിളിച്ച് അന്വേഷിച്ചു, എനിക്കത് ഇല്ല, എനിക്ക് കിട്ടിയില്ല എന്ന്. പക്ഷേ അവരുടെ മറുപടി എന്ന് പറയുന്നത് അത് തന്നു, അത് ഇവിടുത്തെ റിപ്പോർട്ട്സിൽ നിങ്ങൾ കൈപ്പറ്റി, ഇനി അത് അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. ഞാൻ പിന്നെ മാസങ്ങൾ ഇതിൻ്റെ പുറകെ പോയി. മാസങ്ങൾ ഞാൻ സാറിനെ വിളിച്ച് ഞാനിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതിന് മുകളിലുള്ള പ്രിൻസിപ്പളിനെ, ചെയർമാനെയൊക്കെ കോളേജിൽ നിരന്തരം ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു. എനിക്കത് വേണം, എങ്ങനെയെങ്കിലും അത് അന്വേഷിച്ച് തരുമെന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചു അവരെ തിരക്കിയിരുന്നു. പക്ഷേ അവർ വീണ്ടും അവർ മൊത്തം അരിച്ചു പറക്കിയിട്ടും ആ സർട്ടിഫിക്കറ്റ്സ് ഇല്ല എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. നിങ്ങൾക്കിനി വേണമെങ്കിൽ ഒരു 30,000 എബോവ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നൈയിൽ അടച്ചിട്ട് നിങ്ങളത് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും കുറച്ച് പിന്നോക്കം ആയതുകൊണ്ട് എനിക്കതൊട്ടും സാധിക്കത്തില്ല. അപ്പോഴും ഞാൻ അമ്മ മാതാവിനെ തന്നെ മുറുകെ പിടിച്ചു. എൻ്റെ കയ്യിൽ ആ കാശ് രൂപം ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കാശ് രൂപം വെച്ച് തന്നെയാണ് ഞാൻ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവസാനം എൻ്റെ കോളേജിൽ പോയി. ഞാൻ അതുവരെ വിളിച്ചന്വേഷിച്ചുകൊണ്ടാണ് ഇരുന്നത്. അവർ തിരക്കിയെന്നും പറഞ്ഞു, എല്ലായിടത്തും ചെക്ക് ചെയ്തെന്നും പറഞ്ഞു. പക്ഷേ അവസാനം ഞാൻ കോളേജിൽ പോയി. യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതിന് മുന്നേ ഞാൻ കോളേജിൽ പോയിട്ട് കാശ് രൂപം കൊണ്ടാണ് ഞാൻ പോകുന്നത്. കാശ് രൂപം കൊണ്ട് മുറുകെ പിടിച്ച് ഞാൻ പോയി. അപ്പോഴവർ പറഞ്ഞാൽ നിങ്ങൾ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ ഇതിവിടെ ഇല്ല, ഇനി നിങ്ങൾ നേരെ യൂണിവേഴ്സിറ്റിക്ക് വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ഒരുപാട് താഴ്മയായിട്ട് പറഞ്ഞു, എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. ഇത് ഡിജിറ്റൽ റിപ്പോർട്ടിലാണെങ്കിലും അതില്ല, നിങ്ങൾ കൈപ്പറ്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവസാനമായിട്ടെങ്കിലും നിങ്ങളൊന്ന് മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം ഞാൻ മുറുകെ പിടിച്ചിട്ട് ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, മാതാവേ കൈവെടിയല്ലേ അമ്മേ, എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ ജോബാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്കത് കൂടിയേ തീരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി ഒരു സാറ് പോയി എല്ലായിടത്തും തിരക്കി. ചില ഡോക്യുമെൻറ്റ്സ് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തിരക്കി. പിന്നെ അവിടെ ഒരു പുതിയ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടൈമിലല്ല, അതിനുശേഷം ഒരു പുതിയ ബിൽഡിംഗ്, ഞങ്ങൾ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ പുതിയ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വേറൊരു സാറ് വന്നിട്ട് പറഞ്ഞു, അവിടെ ഒന്ന് തിരക്കി നോക്കാൻ പറഞ്ഞു. ഇവിടെ വേണ്ട, അവിടെ ചില സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ ബാച്ചിൽ തന്നെ കുറേ കുട്ടികളുടെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്, ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുവരെ ആരും അത് പറഞ്ഞില്ല എന്നോട്. ഈ ഒരു സാറ് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. മാതാവ് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഈ സാറ് പറഞ്ഞതിൻ്റെ ബലത്തിൽ മറ്റേ പുള്ളി പോയി അവിടെയൊക്കെ തിരക്കി. അവസാനം ആ കബോർഡിൽ ഒന്നിൽ ഞാൻ ആവശ്യപ്പെട്ട അവരെനിക്ക് തന്നു എന്ന് പറഞ്ഞ എൻ്റെ സർട്ടിഫിക്കറ്റ്സ്, സെമിനാർ സർട്ടിഫിക്കറ്റ്സും എൻ്റെ മാർക്ക് ഷീറ്റും ഒക്കെ ഒറിജിനൽ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അവരെ തന്നു. അതും എൻ്റെ മാതാവ് തന്ന അനുഗ്രഹമാണ്. എന്നെ വീണ്ടും കാശ് കൊടുക്കാതെ എൻ്റെ മാതാവ് എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എൻ്റെ കൈകളിൽ എത്തിച്ചു തന്നു. ഇതും എൻ്റെ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ പറയുന്നു. മൂന്നാമത് ഞാൻ പറയുന്നത് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലുണ്ടായ വളർച്ചയാണ്. ആദ്യം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ എല്ലാവരെയും പോലെ പ്രാർത്ഥന 5:30 പ്രാർത്ഥിക്കും, 7 മണിക്ക് ഉടമ്പടി പ്രാർത്ഥന ചെയ്യും. ഇതൊക്കെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ. ബൈബിൾ വായിക്കും, അരമണിക്കൂർ കൃത്യം സമയം നോക്കിയിട്ട് വായിച്ചു. പക്ഷേ അതൊന്നും ആഴമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഇതിൽ. പത്രം കൊടുക്കുന്നതാണെങ്കിൽ പോലും എല്ലാവർക്കും കൊടുക്കും, ഇതൊരു കടമ എന്ന രീതിയിൽ ഞാൻ കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. അതൊന്നും ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല, ഇതൊക്കെ കൊടുത്ത് തീർക്കണമല്ലോ എന്ന ഒരു രീതിയിൽ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2 മാസം ആയിട്ട് എൻ്റെ പ്രാർത്ഥന ജീവിതം എന്ന് പറയുന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. കാര്യം കുർബാനയിൽ മറ്റേ ഞായറാഴ്ചകളിലാണെങ്കിൽ ഞാൻ എല്ലാവരെയും പോലെ ആ ഒരു സൺഡേ പോകും, എൻ്റെ ആവശ്യങ്ങൾ പറയും, പിന്നെ പെട്ടെന്ന് സമയം നോക്കും, പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ ഉടനെ വീട്ടിലോട്ട് പോകും. ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് ഞാൻ അതിൽ കൂടുതൽ അങ്ങ് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു എനിക്കിപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ അത് ഡെയിലി മാസം കൂടും. ഡെയിലി മാസം എന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും ഞാൻ പോയിട്ടേ ഇല്ല ഡെയിലി മാസിന്. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഇതുവരും മാത്രമാണ് ഡെയിലി മാസിന് കൂടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഡെയിലി മാസം കൂടിയില്ലെങ്കിൽ എന്തോ ഒരു വിഷമമാണ് ഉള്ളിൽ. അന്നത്തെ എൻ്റെ ദിവസം പോയി എന്ന് തന്നെ എനിക്ക് മനസ്സിലൊരു ചിന്തയാണ്. കാര്യം അതില്ലെങ്കിൽ എനിക്കൊന്നും ആവത്തില്ല എന്നൊരു ചിന്തയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഡെയിലി മാസം ഞായറാഴ്ചയുള്ള ദിവ്യയിൽ ഒന്നും മുടക്കാറില്ല. പിന്നെ
എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് 5:30 തന്നെ ഞാൻ പ്രാർത്ഥിക്കും. 5:30 എനിക്ക് ഇച്ചിരി ഒന്ന് താമസിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. 5 മണിക്കും 7 മണിക്കും. പിന്നെ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് മുടങ്ങാറില്ല. ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ കുടുംബ പ്രാർത്ഥന തന്നെ എന്തെങ്കിലും കാരണം വെച്ച് ഒരു ഇതായി കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് മുന്നിട്ട് നിന്ന് അത് ഞാൻ പറയും, പ്രാർത്ഥിക്കണം, മുടങ്ങാതെ തന്നെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഇത് കാണിക്കാൻ ഞാൻ തന്നെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴെനിക്കുള്ളത് ജീവിതത്തിൽ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ആദ്യമൊക്കെ അങ്ങ് കൊടുത്തിട്ട് അങ്ങ് ചുമ്മാ അങ്ങ് പോകുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ പത്രം പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പൂശി അത് ആർക്കൊക്കെ കൊടുക്കുന്നോ മാതാവേ അവരെയൊക്കെ അനുഗ്രഹിക്കണേ മാതാവേ, എനിക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ആൾക്കാരെ എൻ്റെ മുന്നിൽ കാണിച്ചു തരണേ മാതാവേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത്. എൻ്റെ പള്ളികളിലും പള്ളി പരിസരത്തും പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പം പത്രം. പിന്നെ ഉണ്ടായിരുന്ന എനിക്ക് പിന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത് ഉടമ്പടി ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിച്ചതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലം എൻ്റെ നാവിൽ ഞാൻ പൂശി പ്രാർത്ഥിക്കും. മാതാവേ, എൻ്റെ ഒരു വാക്കുകൊണ്ടോ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ ആരെയും ഒന്നും വേദനിപ്പിക്കല്ലേ എന്ന രീതിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ നമ്മുടെ ജോസഫ് അച്ഛൻ പറഞ്ഞു തന്നതുപോലെ ആവശ്യങ്ങളല്ല, എൻ്റെ നിയോഗങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പം മാതാവിൻ്റെ അടുത്ത് മാതാവേ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണേ മാതാവേ എന്നാണ് പറയുന്നത്. പിന്നെ എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണം എന്ന പ്രാർത്ഥനകൾ, അതൊക്കെയാണ് ഞാനിപ്പോൾ എൻ്റെ നിയോഗങ്ങളിൽ ഞാൻ ഉറച്ചിന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ട് വന്നിരിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളിൽ ചെയ്യുന്നത് ആഴ്ചയിൽ മാതാവിൻ്റെ ദിവസമായ ശനിയാഴ്ച ഉപവസിച്ച് ഞാനും അമ്മയും കൂടെ വീട്ടിൽ തന്നെ സ്വയം പാകം ചെയ്ത് പൊതിച്ചോറ് അടുത്ത പരിസരങ്ങളിൽ ആവശ്യപ്പെട്ടവർക്ക്, അതായത് ഞങ്ങളുടെ പള്ളി പരിസരം ഉണ്ട്, അവിടെ ആവശ്യപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അല്ലാതെ തന്നെ ഈ ആശാ വർക്കർ ഹെൽത്ത് വർക്കേഴ്സിനെ അവരെ ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ആവശ്യമുള്ള അതായത് ഒട്ടും ജീവിക്കാൻ കഴിയാത്തവർ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. ഫുഡിനാണെങ്കിലും മരുന്നിന് മെഡിസിൻസിനാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ അവരെ തിരക്കി പിടിച്ച് എന്നാൽ കഴിയുന്ന സഹായം മെഡിസിൻസ് ആണെങ്കിലും പിന്നെ ഫുഡിനാണെങ്കിലും എത്തിച്ചു കൊടുക്കും. അങ്ങനെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അമ്മ മാതാവിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനം പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. നീനുവിൻ്റെ മനോഹരമായ സാക്ഷ്യം നാം ശ്രദ്ധിക്കുകയായിരുന്നു. നീനു ഉടമ്പടി എടുത്തതിന് ശേഷം അല്പമൊന്ന് ഉഴപ്പി. അതിനുശേഷം താൻ ഒരു പിണക്കത്തിന് ശേഷം വന്നൊരു ഇണക്കമാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്പമെല്ലാം കോവിഡ് കാലത്തിന് ശേഷം താൻ പരിശുദ്ധാമ്മയിലേക്ക് തിരിച്ചു വന്നപ്പോൾ തനിക്കുണ്ടായ ആ വ്യത്യാസം വളരെ വലുതാണ്. ഇന്ന് എനിക്ക് അമ്മ എല്ലാമാണ്. ഞാനൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിക്കൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ഈ അൾത്താരയിലേക്ക് കയറി വരുവാനാണ് എനിക്ക് സന്തോഷം. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഈശോയിലേക്ക് അലിഞ്ഞു ചേരാനുള്ള അതിയായ തീവ്രമായ ആഗ്രഹത്തെക്കുറിച്ചാണ് നീനു സംസാരിക്കുന്നത്. തൻ്റെ മറ്റുള്ളവരെയും പോലെ തന്നെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നീനു ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചത്. തൻ്റെ അപ്പൻഡിസൈറ്റിസ് പൊട്ടാറായ ആ ഒരു അവസ്ഥയിൽ താൻ പ്രാർത്ഥിക്കുകയായിരുന്നു. വളരെയധികം വേദനാജനകമായൊരവസ്ഥയിൽ തന്നെ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, എനിക്കിത് ഓപ്പറേഷൻ കൂടാതെ എന്നെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയോടുള്ള വിശ്വസ്തതയും വിശ്വാസവും മൂലം ആ ഒരു അനുഗ്രഹം ഈശോയിൽ നിന്ന് നീനുവിന് ലഭിക്കുകയാണ്. ഓപ്പറേഷൻ കൂടാതെ വളരെ അക്യൂട്ടായിട്ടുള്ള ഒരു ഓപ്പറേഷൻ കേസ് പരിശുദ്ധ അമ്മ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സഹായിച്ച് അനുഗ്രഹിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഭൗതികമായ മറ്റൊരാവശ്യമായിരുന്നു. വളരെ വിലവേറിയ ഒരു ഡോക്യുമെൻ്റ്, ഒരു സർട്ടിഫിക്കറ്റ് ഈ സഹോദരിക്ക് വേണമായിരുന്നു. വളരെ കാലം അത് ഒരു അനോണിമസ് ആയി കഴിയുകയായിരുന്നു, എവിടെയെന്നറിയില്ല. ഒരു പ്രാവശ്യം എല്ലാ ഡോക്യുമെൻറ്റും താൻ ഓഫീസിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അത് സ്വീകരിച്ചു, കയ്യിൽ പറ്റിയെന്ന സൈൻ കൊടുത്തുകൊണ്ട് രണ്ടാമത് കാണുന്നില്ല എന്ന് ചെന്ന് പറയുമ്പോൾ ഏതൊരു ഓഫീസും അവരുടെ സേഫ്റ്റിയാണ് പറയുക, ഞങ്ങളെല്ലാം തന്നു എന്നതിൻ്റെ റെസിപ്റ്റ് ഇവിടെയുണ്ട്, നിങ്ങൾക്കെല്ലാം നൽകിയിരിക്കുന്നു. പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ്, അമ്മേ നീ എനിക്കത് കാണിച്ചു തരണമേ എന്ന മുട്ടിപ്പായ പ്രാർത്ഥന പരിശുദ്ധ അമ്മ കേൾക്കുകയാണ്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി ഈ മകളോട് പറഞ്ഞു, നീ ഇപ്പോൾ ചെല്ലുക, ഈ ഓഫീസിലേക്ക് ചെല്ലുക, നിനക്കത് ലഭിക്കും എന്ന് പറഞ്ഞ് ആ
വളരെ കാലം കാണാതായ സർട്ടിഫിക്കറ്റ് തിരഞ്ഞ് കണ്ടുപിടിച്ച് കൊടുക്കാനുള്ള ആ ഓഫീസറിൻ്റെ ക്ഷമ ഈശോ നൽകുന്ന വലിയ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണ്. തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പോലും ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാകുന്നു അവർക്ക് ക്ഷമിക്കാനും കാത്തിരിക്കാനും ഒക്കെയുള്ള വലിയ കൃപ ലഭിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ സ്നേഹമെന്നത് ഒരു വലിയ കാത്തിരിപ്പാണ്. സ്നേഹമെന്ന് പറയുന്നത് ഒട്ടും അസൂയപ്പെടുന്നില്ല. സ്നേഹം ഒരിക്കലും അസൂയപ്പെടുന്നില്ല. സ്നേഹം ഒരിക്കലും അരിശപ്പെടുന്നില്ല. സ്നേഹം വളരെ കാത്തിരിക്കുന്നു. സ്നേഹത്തിൻ്റേതായ വലിയ ഡെഫിനിഷൻസാണ് വിശുദ്ധ പൗലോസ്ലീഹ സ്നേഹത്തിൻ്റെ കാവ്യത്തിൽ പറയുന്നത്. സ്നേഹത്താൽ വീട്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് നീനു ഇപ്പോൾ പ്രസ്താവിച്ചത്. പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും, ഇവിടേക്ക് കയറി വരുന്ന ഓരോരുത്തരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കുമ്പോൾ ഉടമ്പടി നിബന്ധനകളിൽ നിന്ന് മാറി അവർ തൻ്റെ തിരുക്കുമാരൻ്റെ ഒരു സാക്ഷിയായി മാറുകയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ഉടമ്പടിക്കാലം അതായിരുന്നു. തൻ്റെ എലീശമ്മയെ ശുശ്രൂഷിക്കാൻ പോയ 3 മാസ കാലഘട്ടമാണ് നമ്മുടെ ഉടമ്പടിയുടെ ആ ഡ്യൂറേഷൻ. നാം അപ്പോഴാണ് ഒരു സേവനത്തിൻ്റെ കാലമായി നമ്മുടെ വേദനയുടെ കാലഘട്ടത്തിലും മറ്റുള്ളവരുടെ വേദനകൾ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കാലമാണ് ആ ഒരു 3 മാസത്തെ ഉടമ്പടിക്കാലം. അപ്പോഴാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത്. എന്നെപ്പോലെ വേദനിക്കുന്നവർക്ക് വേദനയുടെ സമയത്ത് തന്നെ, വിഷമത്തിൻ്റെ സമയത്ത് തന്നെ, പ്രതികൂല സാഹചര്യങ്ങളിൽ തന്നെ മറ്റുള്ളവർക്ക് കൃപാസനം പത്രം കൊടുക്കുവാനും അവരിൽ നിന്ന് ലഭിക്കുന്ന വളരെ മോശമായ വാക്കുകൾ ഏറ്റുവാങ്ങുവാനും അതുപോലെ തന്നെ കരുണയോടുകൂടെ മറ്റുള്ളവരോട് സംസാരിക്കുവാനും ക്ഷമ എന്തെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുന്നത് ഈ അവസ്ഥയിലൂടെയാണ്. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ, വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നീനുവിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നീനുവിൻ്റെ ഈ സഹനത്തിൻ്റെയും ക്ഷമയുടെയും വലിയ സാക്ഷ്യത്തോടൊപ്പം അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മ ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇന്ന് നീനു വളരെ അടിയുറച്ച് നിൽക്കുകയാണ്. കാരണം എൻ്റെ അന്നന്ന് വേണ്ട ആഹാരത്തിൽ എനിക്ക് അത്യാവശ്യമായിട്ടുള്ളത് എന്നെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. നാം കാണുന്നത് നോക്കുമ്പോഴാണ് അതൊരു പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ആ തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, കാണുന്നത് നോക്കുമ്പോഴുണ്ടാകുന്ന ആ തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ് ഈ സഹോദരി. പരിശുദ്ധ അമ്മ തന്നെ ആ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നത് അതാണ്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഈ കൃപ ആവശ്യമാണ്. പരിശുദ്ധ അമ്മ എനിക്ക് നൽകണമേ. എൻ്റെ മരണസമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. നീനുവിൻ്റെ ഈ മനോഹരമായ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യത്തെ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിച്ചുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.